ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമരം തലസ്ഥാന നഗരിയിൽ നടക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനകീയ പോരാട്ടം. രാജ്യം സമീപകാലത്ത് കണ്ട സമരത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞ ജനങ്ങൾ കേന്ദ്ര സർക്കാരും അതിൻ്റെ പോലീസും അർദ്ധസേനകളും സമരക്കാരായ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുമ്പോൾ, പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുമ്പോൾ, ലാത്തി കൊണ്ട് അടിച്ചിടുമ്പോഴും കൂടുതൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അതിനെ പിന്തുണച്ചുകൊണ്ട് രക്ഷിതാക്കളും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കലാ കായിക മേഖലയിലെ പ്രതിഭകളും അണിനിരക്കുകയാണ്. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രമേയവും ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന പഠന ക്യാമ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ആ സമരം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൊതുവികാരത്തെ അടിസ്ഥാനമാക്കി ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ആ സമരം വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഏതാണ്ട് 154 പരീക്ഷകൾ, അതിൻ്റെ ചോദ്യപേപ്പറുകൾ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചോർന്നു പോയിട്ടുണ്ട്. ചോർന്ന പരീക്ഷാ ചോദ്യപേപ്പറുകൾ വാട്സപ്പിലൂടെയും മറ്റും വിൽപ്പന നടത്തി പണം സമ്പാദിച്ച ഒരു കൂട്ടം ആളുകളുമുണ്ട്. മറുഭാഗത്ത് 22 വിദ്യാർത്ഥികളാണ് ജീവൻ ഒടുക്കിയത്. കേരളത്തിൽ ജീവൻ ഒടുക്കിയ ഒരു വിദ്യാർത്ഥിനി കാസർഗോഡ് സ്വദേശിനിയാണ്. ഇവരുടെ എല്ലാം രക്ഷിതാക്കളുടെ ഒരേ വികാരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നത്. ചർച്ചയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ ചർച്ചയെ തുടർന്ന് അടിയന്തരമായും ഒരു നടപടിയാണ് വേണ്ടത്. അല്ലാതെ പുഴുക്കളെ പോലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചൊതുക്കുകയല്ല വേണ്ടത്. ഇത് ഗൗരവമായ ഒരു വിഷയമാണ്. നോട്ട് നിരോധന കാലത്ത് പുതിയ കറൻസി അച്ചടിച്ചപ്പോൾ അച്ചടിച്ച സമയത്ത് തന്നെ കള്ളനോട്ടുകൾ നാട്ടിൽ എത്തിയിരുന്നു. അതുപോലെയാണ് ലോട്ടറിയുടെ സുരക്ഷയ്ക്കായി നിരവധി സംവിധാനം ഒരുക്കി. ബാർകോഡ് മാത്രമല്ല, മറ്റു നിരവധി സംവിധാനങ്ങൾ ഒരുക്കി. അത് ഓരോന്നിനെയും മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ വ്യാജ ലോട്ടറി നിർമ്മിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. കുന്നംകുളത്ത് സംഭവിച്ചത് ലോട്ടറിയുടെ അതേ മാതൃകയിൽ ഫോട്ടോസ്റ്റാറ്റ് ലോട്ടറി ആയിട്ടുള്ള ഒന്നാണ് ഹാജരാക്കിയത്. ബാർകോഡിൽ പോലും അത് തെളിഞ്ഞില്ല. പക്ഷെ സംശയം തോന്നി. ആലപ്പുഴയിലാണ് ആ ടിക്കറ്റ് വിൽപ്പന നടന്നത്. യഥാർത്ഥ ലോട്ടറിയുടെ ഉടമ സമ്മാനത്തിനു വേണ്ടി ടിക്കറ്റ് ഹാജരാക്കി. അപ്പോഴാണ് കുന്നംകുളം സ്വദേശിയുടെ വ്യാജ ടിക്കറ്റ് കൂടി വരുന്നത്. യഥാർത്ഥത്തിൽ വ്യാജ ടിക്കറ്റ് ആദ്യം വന്നിരുന്നുവെങ്കിൽ, അത് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നില്ല എങ്കിൽ ആ ആൾക്ക് പൈസ കൊടുത്തേനെ. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മ്യൂസിയം പോലീസിൽ പരാതി കൊടുത്ത് ഒരു കേസ് എടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം, ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ വരവ് തടയാൻ ശാസ്ത്രീയമായ, കാര്യക്ഷമമായ എന്താണോ സാങ്കേതികമായി കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തുക തന്നെ വേണം. 1 കോടി ടിക്കറ്റാണ് ഒരു ദിവസം വിൽക്കുന്നത്. അത് 2 ലക്ഷത്തോളം വരുന്ന ലോട്ടറി തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ വിലയാണ് അത് വിറ്റ് കിട്ടുന്ന പണം. അത് സർക്കാരിലേക്ക് എത്തുന്നു. സർക്കാർ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആ പണം ഉപയോഗിക്കുന്നു. തൊഴിലാളികൾക്ക് കമ്മീഷനിലൂടെ ജീവിക്കാനുള്ളൊരു വകയാകുന്നു. ഒപ്പം
സമ്മാനാർഹരായ ആളുകൾക്ക് പണവും ലഭിക്കുന്നു. അതുകൊണ്ട് ലോട്ടറിയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കഴിയും വിധത്തിലുള്ള കാര്യക്ഷമമായ നടപടിയാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഓക്കെ. അതിലിപ്പോ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളതും നടന്നു വരുന്നതും. ഇന്നലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുള്ള മാർച്ച് നടക്കുകയുണ്ടായി. ഇന്ന് SFIയും DYFIയും ചേർന്നുകൊണ്ടുള്ള ഉപവാസ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നു. 27-ാം തീയതി മറ്റ് 13 ജില്ലകളിലും നടക്കും. തുടർന്ന് ആഗസ്റ്റ് മാസം തുടർച്ചയായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും. കേരളത്തിൽ നിന്ന് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹിയിലേക്ക് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അനിശ്ചിതകാലം സമരം സംഘടിപ്പിക്കാൻ വേണ്ടി ഇന്നു മുതൽ ട്രെയിൻ വഴി യാത്ര ചെയ്യുകയാണ്. CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഡൽഹിയിൽ CITU അടക്കമുള്ള സംഘടനകൾ, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ക്ലാസ് ആൻഡ് മാസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള ഐക്യദാർഢ്യ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് മാസം നടത്തുന്ന സമരത്തിന് ശേഷം ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായിട്ടുള്ള സമരം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാവർക്കും തന്റെ മുകളിലേക്ക് എല്ലാ ആരോപണങ്ങളും കെട്ടിവെക്കാവുന്ന രീതിയിലേക്ക് DA അതിനോട് പ്രതികരിക്കുന്നു. ഒരു പയ്യന്നൂരിൽ CPI വിട്ട് നേരത്തെ പോയ ആളുകൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അവിടെ ഇപ്പോഴും പയ്യന്നൂർ MLAയും ആ MLAയെ പിന്തുണക്കുന്ന T. പുരുഷോത്തമൻ അടക്കമുള്ളവർ കേരളത്തിൽ UDF സർക്കാരിനെ പിന്തുണച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് തന്നെ UDFന്റെ പോലീസ് നടപടികൾ തൃപ്തികരമല്ലെന്ന് തോന്നുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്യേണ്ടി വന്നു. അതാണ് പയ്യന്നൂരിൽ ഉണ്ടായത്. പയ്യന്നൂരിൽ അതുമാത്രമല്ല, നിരപരാധികളായ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കാനും പാടില്ല. ഓരോ സംഭവത്തിനും ഉത്തരവാദി ആരാണോ അവരെ കണ്ടെത്തുകയും വേണം. ഏറെ വിവാദമായ ഒന്നായിരുന്നു 10-15 വർഷക്കാലത്തെ പഴക്കമുള്ള ഒരു ഇരുചക്ര വാഹനം കത്തിച്ച സംഭവം. അവിടെയുള്ള LDF അതിന് ഉത്തരവാദികളായ ആളുകളെ അടിയന്തരമായി കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് നടപടിയെക്കുറിച്ച് UDF MLAയും LDFന്റെ പ്രവർത്തകന്മാരും ഇന്നിപ്പോൾ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ആഭ്യന്തരമന്ത്രിക്ക് പിന്തുണ നൽകിയ ഒരു MLA തന്നെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അതിൻ്റെ പ്രവർത്തകന്മാരുടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹ സമരത്തിൻ്റെ മുമ്പാകെ പോകുന്ന ഒരു ദുര്യോഗമാണ് കാണുന്നത്. ഓക്കെ. ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തിരുന്നു. അതായത് വക്കഫ്ബോർഡ് മുൻ CEO ആയിട്ടുള്ള PM ജമാൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിൽ നിന്ന് ഈ EVM ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് തന്നെ വാഗ്ദാനം കൊടുത്ത് പണം തട്ടിയെന്നാണ് UDF തന്നെ പരാതി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അത്തരം ഒരു ആരോപണം നിഷേധിക്കുകയൊക്കെ ചെയ്തു. CPM സഭയിൽ ഇത്തരം ഒരു സംഭവം നേരത്തെ ഉണ്ടോ? അല്ലെങ്കിൽ അല്ല, അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ട്, അന്വേഷണം നടത്തണം. സർക്കാർ UDFൻ്റെതാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം. മാത്രമല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് വലിയ തോതിലുള്ള ആക്ഷേപം ഉയർന്നു വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ച്
ശരിയും ശാസ്ത്രീയവുമായ ഒരു പഠനവും അനിവാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു പരാതി UDF നൽകിയ നിലക്ക് നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി SIR കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് കൊണ്ട് സർക്കാർ തന്നെ അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കട്ടെ. പിതൃശൂന്യമായ വാർത്തയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ്. ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ട്. ആ അന്തസ്സിനെയാണ് ജനം TV-യും മറ്റ് ഇതര ഓൺലൈൻ മാധ്യമങ്ങളും ചില അച്ചടി പത്രവും അപമാനിച്ചത്. PR കൃഷ്ണൻ 2ാം കേരള നിയമസഭയിൽ MLA ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്രീമതി പെൻഷൻ വാങ്ങുന്നുണ്ട്. ആ PK ശ്രീമതി മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറാണെന്ന വ്യാജ വാർത്ത കൊടുത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വാർത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൊടുക്കുമ്പോൾ ആ വ്യക്തിയോട് നിജസ്ഥിതി അന്വേഷിക്കാനുള്ള മര്യാദയെങ്കിലും മാധ്യമ പ്രവർത്തകർ കാട്ടണം. ആ മര്യാദ കാട്ടിയിരുന്നു എങ്കിൽ ഈ ദാമോദരൻ മാസ്റ്ററുടെ ഭാര്യയായ PK ശ്രീമതി ടീച്ചർ PR കൃഷ്ണന്റെ ഭാര്യ ആകുമായിരുന്നില്ല. സ്വന്തം ഭർത്താവിൻ്റെ പേര് മാറ്റി ഒരു സ്ത്രീയെ അപമാനിക്കും വിധത്തിലാണ് ജനം TV അടക്കമുള്ളവർ ചെയ്ത വാർത്താ നിർമ്മിതി. ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. പിതൃശൂന്യ വാർത്തയാണ്. അതവർ തിരുത്തിയാലും പൊറുക്കാൻ കഴിയില്ല. ആ പാവപ്പെട്ട ജനങ്ങളാകെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ, അതിൻ്റെ അന്തസ്സിനെ അപമാനിക്കും വിധത്തിൽ വാർത്ത കൊടുത്ത ആളുകളുടെ പേരിൽ ഇന്നത്തെ IT നിയമമനുസരിച്ച് തന്നെ പോലീസിന് കേസെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ DGP അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തത്. സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ് UDF സർക്കാർ എങ്കിൽ അടിയന്തരമായി കേസെടുക്കണം. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മരിച്ചു എന്ന് ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ എൻ്റെ ഫോണിലേക്ക് നിങ്ങൾ വിളിക്കണം. എൻ്റെ ഫോൺ നമ്പർ 9447083325 ആണ്. വ്യാജമായി ഇങ്ങനെ കൊടുക്കുന്നവരുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ, അല്ല, തെരഞ്ഞെടുപ്പ് റിവ്യൂ ഒക്കെ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൽ പുതുതായിട്ട് വേറൊന്നുമില്ല. അല്ല, അത് നേരത്തെ വ്യക്തമാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് റിവ്യൂ നേരത്തെ നടത്തി, നേരത്തെ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞതാണ്. തിരുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഞാൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നേക്കാൾ മികച്ച ഒരാൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകും. നിങ്ങൾ എന്നോട് ചോദിച്ചു ആരാണ് സെക്രട്ടറി. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടെ കൂട്ടായി യോഗം ചേർന്ന് ചർച്ച ചെയ്ത് ഒരാളെ സെക്രട്ടറിയാക്കി. എന്നേക്കാൾ മിടുക്കനായ ഒരാൾ സെക്രട്ടറി ആയപ്പോൾ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ അയാളെ വ്യക്തിപരമായി എത്രമാത്രമാണ് അപമാനിക്കും വിധത്തിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയത്. എത്രമാത്രം. ഏറ്റവും മികച്ച ഒരാൾ, പഠിക്കാൻ വേണ്ടി സ്വന്തമായി കാശില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായിട്ടുള്ള രാകേഷ് അധ്വാനിച്ചുകൊണ്ടാണ് പണമുണ്ടാക്കി പഠിക്കാൻ പോയത്. ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി, പാർലമെന്റേറിയനായി.
കർഷക സമരത്തിൻ്റെ പോരാളിയും തേരാളിയുമായി ശ്രദ്ധിക്കപ്പെട്ട നിരവധി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയും പ്രമേയം കൊണ്ടുവരികയും പാർലമെന്റിൽ ചെയ്തു. കേരളത്തിൽ നിന്ന് SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളായി അദ്ദേഹത്തെ അക്കാലത്ത് തിരഞ്ഞെടുത്തു. ഇങ്ങനെയുള്ള ഒരാൾ ഏറ്റവും മികച്ചയാളായി മാറി. അതിൽ അദ്ദേഹത്തിനെതിരായി വ്യക്തിഹത്യ നടത്തുന്ന വിധത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുത്തലുകൾ എന്താണ്? നമ്മൾ ഓരോരുത്തരും തിരുത്തേണ്ടതുണ്ട്. ഞാൻ തിരുത്തേണ്ടത് ഞാൻ തിരുത്തണം. ഞാൻ ഏറ്റവും മികച്ചയാളാണ് എന്ന് ജയരാജന് തോന്നാൻ പാടില്ല. ഒരു പോരായ്മയും ഉള്ള ആളല്ല ഞാനെന്ന് കരുതാനും പാടില്ല. അതുകൊണ്ട് തിരുത്തേണ്ടവർ കമ്മ്യൂണിസ്റ്റുകാർ തിരുത്തുക തന്നെ ചെയ്യും. എനക്കോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് റിവ്യൂ അത് നടത്തി പൂർത്തീകരിച്ചു. ഇനിയിപ്പോ ഫീൽഡിലേക്കാണ് ഞങ്ങൾ. ഒരുമിച്ച് UDF സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. അത് യോജിച്ച പോരാട്ടമാണ്. ആ പോരാട്ടം ചെറിയ പോരാട്ടമൊന്നുമല്ല. 2 മാസത്തിനകം തന്നെ ജനങ്ങളാകെ മടുത്തു. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചവർ തന്നെ ഇപ്പൊ UDFനെതിരായി രംഗത്ത് വന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബന്ധു പാർട്ടിയാണ്. പാർട്ടിയുടെ ബന്ധു MV ജയരാജനാണ്. സ്ട്രെയിറ്റ് ആണ് മറുപടി. ഓക്കെ.